ABC ജ്യൂസ് എന്നെല്ലാവർക്കും കേട്ടിട്ടുണ്ട്. പക്ഷേ എത്ര പേർക്ക് ABC പച്ചടി അറിയാം? അപ്പോൾ ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പച്ചടി റെസിപ്പിയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ആപ്പിൾ, ബീറ്റ്റൂട്ട് ആൻഡ് ക്യാരറ്റ് പച്ചടി. എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. ആപ്പിൾ എടുക്കുമ്പോൾ നമ്മൾ ഗ്രീൻ ആപ്പിൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാര്യം അതിനാണല്ലോ ഒരല്പം സവർ ടേസ്റ്റ് ഉള്ളത്, എങ്കിലേ പച്ചടിക്ക് അത് നല്ലതായിട്ടുള്ളൂ. അതുപോലെ ഇത് തേങ്ങ ഇടാതെയാണ് ഞാനിത് പച്ചടി ചെയ്യുന്നത്. തീ കത്തിച്ചതിന് ശേഷം നമുക്ക് നല്ല കട്ടിയുള്ള ഒരു ബേസുള്ള പാൻ വയ്ക്കാം. ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ പച്ചടിക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം പാകം ചെയ്യുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇടണം. ഇതിന് പച്ചടിക്ക് നമ്മൾ സാധാരണ കടുക് വറക്കാറില്ല, കടുക് ചതച്ചിടുകയാണ് ചെയ്യുന്നത്, അത് ഒടുവിൽ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കടുക് വറക്കാഞ്ഞത്. ഈ പച്ചമുളക് പകുതി മൂക്കുന്നുടനെ നമുക്ക് ചുവന്നുള്ളി ഇടാം. അതോടൊപ്പം തന്നെ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി. ഇതൊരു നല്ലതുപോലെ ഒരുവിധം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആവണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വന്നാൽ മതി, ഒരുപാട് മൂത്ത് പോകണ്ട. ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാരറ്റ് ഇടാം. ആപ്പിൾ നമ്മളിപ്പോൾ ഇടണ്ട. ഇതൊന്ന് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വാടണം. ഇത് ആപ്പിളിന് ഇത്രയും വേവില്ലല്ലോ. ആപ്പിൾ പെട്ടെന്ന് വേകും, പക്ഷേ ബീറ്റ്റൂട്ടും ക്യാരറ്റും വേകാൻ ഒരു ശകലം സമയം വേണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഇട്ടത്. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഈ സമയത്ത് ഇടുകയാണ്. ഇതിൽ നിന്ന് വെള്ളം ഒന്ന് ഇറങ്ങാനാണ്. അപ്പം ആ വെള്ളം കൊണ്ട് ഈ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒന്ന് പകുതി വേകട്ടെ. ഇനി ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ് വളരെ ചെറിയ തീയിൽ. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് കട്ടിയായിട്ടുള്ള തൈരൊന്ന് ബീറ്റ് ചെയ്ത് വെക്കണം. തേങ്ങ ചേർക്കാത്തത് കൊണ്ട് കട്ടിയുള്ള തൈരാണ് ഇതിന് നല്ലത്. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്ത് റെഡിയായിട്ട് വെക്കണം നമുക്ക്. ഈ ചാനലിലെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തംസപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസും ഫീഡ്ബാക്കും കറക്ഷൻസും കമൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ തൈര് റെഡി ആയിട്ടിരിപ്പുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കടുക് ഇതൊന്ന് ചതച്ച് വെക്കണം. ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും ചതഞ്ഞാൽ മതി. ഇനി അത് ഇങ്ങനെ കടുകിൻ്റെ പരിപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഫ്രഷായിട്ട് ഇടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല മണം വരും, നല്ല ടേസ്റ്റി ആവും. ഇപ്പോൾ ഇത് പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുക്കാം. ആപ്പിളിനകത്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടെ ഒന്ന് വേകാനായിട്ട് വെക്കണം നമ്മൾ. ആപ്പിളിലെ വെള്ളവും പുറത്തിറങ്ങും. എരിയൊക്കെ നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻ്റ് അനുസരിച്ച് ചെയ്തോണേ. നല്ല എരിയുള്ള പച്ചടിയാണ് വേണ്ടതെങ്കിൽ. ഈ ചിലയിടത്ത് എരിയുള്ള സാധനത്തിന് കിച്ചടി എന്നാണ് പറയുന്നത്. അതൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പച്ചടി എന്നോ കിച്ചടി എന്നോ പറയാം. എനിക്കൊരു വിരോധവും ഇല്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിനെ അടച്ചു വെച്ച് ചെറിയ തീ തന്നെ വേവിക്കാം. അപ്പം ആപ്പിളിനകത്ത് നമുക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട്. ബീറ്റ്റൂട്ടും ക്യാരറ്റും വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തത്. നിങ്ങളത് ഇച്ചിരി വലുതായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ വെള്ളം ഒഴിക്കാതെ വെച്ചാൽ ചിലപ്പം കരിഞ്ഞു പിടിക്കും. ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ തൈര് ഇതിനകത്തോട്ട് ഒഴിക്കാം. തൈര് വെച്ച് തിളപ്പിക്കാൻ പാടില്ല. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കിടിലൻ ABC പച്ചടി തയ്യാറാണ്. പിന്നെ ഒരു സാധനം കൂടെ ചേർക്കാൻ കേട്ടോ. നമ്മൾ കടുക് ഇടിച്ച് വെച്ചിട്ടില്ലേ, അത് ചേർക്കണം. ഒരല്പം പെപ്പർ പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ നമുക്ക് എരി അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിലും ഈ പെപ്പർ ചേർക്കുന്നതാണ് നല്ലത്. അത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾ എരി എപ്പോഴും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പച്ചമുളക് ധാരാളം മതി. അപ്പോൾ നമ്മുടെ പച്ചടി ഏകദേശം ഇവിടെ പൂർണ്ണമാകുന്നു. കടുകിൻ്റെ പരിപ്പില്ലേ, അതും കൂടെ നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നോക്കണേ, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോഴത്തേനും നമ്മുടെ ABC പച്ചടി തയ്യാറാണ്. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ചേർക്കാവുന്നതാണ്. ഈ പച്ചടി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. Till then, I am signing off and stay safe.